കാന്തം അഥവാ മാഗ്നറ്റ് കണ്ടിട്ടില്ലാത്തവരോ ഉപയോഗിച്ചിട്ടില്ലാത്തവരോ ഇടപെട്ടിട്ടില്ലാത്തവരോ ഉണ്ടോ? മോട്ടോർ, മിക്സി, ഫ്രിഡ്ജ്, ലാപ്ടോപ്പ്, കളിപ്പാട്ടങ്ങൾ, സ്പീക്കർ, മൈക്രോഫോൺ തുടങ്ങി നാം നിത്യേന ഉപയോഗിക്കുന്ന ഏതിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ മാഗ്നറ്റിക് പ്രഭാവം ഉപയോഗിക്കുന്നുണ്ട്. കാന്തികത അഥവാ മാഗ്നറ്റിസം ഇല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യവാസം പോലും ഉണ്ടാകില്ലായിരുന്നു. അത്രയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രതിഭാസമാണിത്. എന്നാൽ ഇരുമ്പ്, കോബാൾട്ട്, നിക്കൽ തുടങ്ങിയ ചില ലോഹങ്ങളിൽ മാത്രം എന്തുകൊണ്ടാണ് കാന്തിക പ്രഭാവം ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാന്തിക പ്രഭാവം ഉണ്ടാകുമ്പോൾ ഈ വസ്തുക്കളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ ചില വസ്തുക്കളുടെ അറ്റോമിക് ഘടനയും ക്വാണ്ടം മെക്കാനിക്സിലെ ചില പ്രതിഭാസങ്ങളും ഒക്കെ ചേർന്നാണ് മാഗ്നറ്റിസം എന്ന അത്ഭുത പ്രതിഭാസം സംഭവിക്കുന്നത്. നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ, അഭിപ്രായം കമൻറ്റ് ചെയ്യണേ, താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുരാതന കാലത്ത് എപ്പോഴോ ഒരു ആട്ടിടയൻ്റെ ഇരുമ്പ് ദണ്ട് ഒരു പാറമേൽ പറ്റിപ്പിടിച്ചു. മാഗ്നസ് എന്ന ഒരു സ്ഥലത്ത് വെച്ചായിരുന്നത്ര ഈ സംഭവം. അതുകൊണ്ട് ഈ പ്രതിഭാസത്തിന് മാഗ്നറ്റിസം എന്ന പേര് വന്നു. ഭാരതത്തിലും ചൈനയിലുമൊക്കെ പണ്ടേ ഈ പ്രതിഭാസം കണ്ടെത്തിയിരുന്നു. ഇവിടെ ഈ ഫിനോമിനന് കാന്തികത എന്ന പേരും വീണു. ഗ്രീസിലും ഭാരതത്തിലും ചൈനയിലുമെല്ലാം കാന്തങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചതിന് ധാരാളം പുരാവസ്തു തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും കാന്തികതയുടെ സയൻസിനെപ്പറ്റി ആദ്യമായി എഴുതപ്പെടുന്ന ഗ്രന്ഥം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വില്യം ഗിൽബർട്ട് രചിച്ച ഡി മാഗ്നറ്റ് എന്ന പുസ്തകമാണ്. പിന്നീട് യൂറോപ്പിൽ നവോത്ഥാനത്തിൻ്റെയും വ്യാവസായിക വിപ്ലവത്തിൻ്റെയും കാലമായിരുന്നു. പക്ഷേ ഇവിടെ രസകരമായ ഒരു വസ്തുതയുണ്ട്. ഗുരുത്വാകർഷണം, പ്രകാശം, ഗണിതം തുടങ്ങി ഫിസിക്സിൻ്റെ ഒട്ടുമിക്ക മേഖലകളിലും വലിയ സംഭാവനകൾ നൽകിയ സാക്ഷാൽ ഐസക് ന്യൂട്ടൺ മാഗ്നറ്റിസത്തെപ്പറ്റി കാര്യമായൊന്നും നിരീക്ഷിച്ചിട്ടില്ല. എന്തായാലും 1831 മൈക്കൽ ഫാരഡെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടെത്തിയതോടെ ശാസ്ത്രലോകത്ത് ഒരു പുതിയ ലോകം വെട്ടിത്തുറന്നു. അതാണ് വൈദ്യുതിയുടെ ലോകം. വൈദ്യുതി ഉണ്ടാക്കാൻ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് കാന്തികതയാണല്ലോ. അതെങ്ങനെയെന്ന് നമുക്ക് പുറകെ പറയാം. ആദ്യം കാന്തം എങ്ങനെയാണ് കാന്തമാകുന്നത് എന്ന് നോക്കാം. ഒരു വസ്തു ഉള്ളിലേക്ക് മുറിച്ച് ചെന്നാൽ നമ്മൾ എത്തിച്ചേരുക ആറ്റത്തിലാണ്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ, ചാർജില്ലാത്ത ന്യൂട്രോൺ എന്നിവ അടങ്ങിയ ന്യൂക്ലിയസ്, പ്രോട്ടോണിൻ്റെ അത്രയും എണ്ണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും വിവിധ ഓർബിറ്റുകളിലായി കറങ്ങുന്നു. ഇതാണ് ഒരു ബേസിക് അറ്റോമിക് സ്ട്രക്ചർ. ഇതിൽ ഇലക്ട്രോൺ എന്നത് ഒരു അടിസ്ഥാന കണം അഥവാ എലിമെൻ്ററി പാർട്ടിക്കിളാണ്. കാരണം ഇലക്ട്രോണിനപ്പുറം എനർജി മാത്രമേ ഉള്ളൂ. ഈ ഇലക്ട്രോൺ എന്നത് ഒരു ക്വാണ്ടം കണികയാണ്. എന്ന് വെച്ചാൽ ഒരേ സമയം കണത്തിൻ്റെയും തരംഗത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്ന അഥവാ ഡ്യുവൽ നേച്ചറുള്ള കണിക. ഒരു കണത്തിന് തരംഗ സ്വഭാവമോ? അതെങ്ങനെയാണ് ശരിയാവുക? അതേ കൂട്ടുകാരെ, ക്വാണ്ടം ലെവൽ എന്നാൽ അങ്ങനെയൊക്കെയാണ്. ഒരു കണത്തിന് ഒരേ സമയം രണ്ട് സ്വഭാവം, ഒരേ സമയം രണ്ടിടത്ത് കാണുക, അങ്ങനെയൊക്കെയുള്ള ഒരു വിചിത്ര ലോകമാണത്. അതൊന്നും നമ്മുടെ സാമാന്യ ബോധ്യങ്ങൾക്ക് നിരക്കുന്നതല്ല. ക്വാണ്ടം ഫിസിക്സിനെ പറ്റി മുൻപ് ചെയ്ത വീഡിയോകളിൽ ഇതെല്ലാം വ്യക്തമാക്കുന്നുണ്ട്, കാണുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇലക്ട്രോൺ ഒരു ക്വാണ്ടം കണികയാണ് എന്നതാണല്ലോ. ക്വാണ്ടം കണികകൾക്കുള്ള ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്. അതാണ് സ്പിൻ. ഈ സ്പിൻ എന്ന പ്രോപ്പർട്ടി ക്വാണ്ടം തലത്തിൽ ഒരുപാട് മാനങ്ങളുള്ളതാണ്. തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ വാച്യാർത്ഥത്തിൽ തിരിയൽ എന്ന് തന്നെ എടുക്കാം. ഇങ്ങനെ അതിശക്തമായ തിരിയലിൽ, ഈ സ്പിന്നിൽ ഇലക്ട്രോൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എനർജി ഘടകങ്ങൾ രണ്ട് ഓപ്പോസിറ്റ് ഭാഗമായി തിരിഞ്ഞ് രണ്ടഗ്രങ്ങളിലായി കേന്ദ്രീകരിക്കും. ആ രണ്ടഗ്രങ്ങളിൽ ഒന്ന് നോർത്ത് പോളും മറ്റേത് സൗത്ത് പോളും എന്ന് പറയും. അതായത് ഈ തൈര് കടയുമ്പോൾ വെണ്ണയും വെള്ളവും വേർതിരിയുന്നത് പോലെ. ചുരുക്കി പറഞ്ഞാൽ ഈ സ്പിൻ കാരണം ഇലക്ട്രോൺ ഒരു ചെറിയ ബാർ മാഗ്നറ്റായി മാറും. എല്ലാ വസ്തുക്കളിലുമുള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഒട്ടുമിക്ക വസ്തുക്കളിലും അടുത്തടുത്തുള്ള ഇലക്ട്രോണുകൾ ഓപ്പോസിറ്റ് സ്പിന്നുള്ള പെയറായി മാറുന്നതിനാൽ അവയുടെ കാന്തികത പരസ്പരം ക്യാൻസലായി പോകും.
എന്നാൽ ഇരുമ്പ്, നിക്കൽ തുടങ്ങിയ ചില മെറ്റീരിയലുകളിൽ ഇലക്ട്രോണുകൾ പെയറാകുന്നില്ല. അവയിലെ ഈ ഇലക്ട്രോണുകൾ ഒരേ പാറ്റേണിലാകുമ്പോൾ കോടിക്കണക്കിന് ബാർ മാഗ്നറ്റുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു മൊമെൻ്റ് ഉണ്ടാവുകയും ആ വസ്തു ആകെ ഒരു മാഗ്നറ്റായി മാറുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കൂ. നോക്കൂ, ഇതാണ് ഒരു അറ്റോമിക് സ്ട്രക്ചർ. ഇതിനുള്ളിൽ 2 പ്രോട്ടോൺ, ന്യൂട്രോൺ, എത്രയെങ്കിലും ആകട്ടെ. ഇതിൻ്റെ പല ഷെല്ലുകളിലായി ഇലക്ട്രോണുകൾ അങ്ങനെ നിൽക്കും. ഒരു ആറ്റത്തിനുള്ളിൽ, ഒരു മെറ്റീരിയലിനുള്ളിൽ ഇങ്ങനെ അനേകം ആറ്റങ്ങൾ ഉണ്ടാകും. ഈ ആറ്റങ്ങൾ പരസ്പരം അതിൻ്റെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു വസ്തുവിൻ്റെ തന്മാത്ര ഉണ്ടാകുന്നത്. ആ ഒരു തന്മാത്രയിൽ അനേകം ആറ്റങ്ങൾ അടുത്തടുത്തുണ്ടാകും. അതിൻ്റെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ചില ഇലക്ട്രോണുകൾ അധികം വരികയും ആ ഇലക്ട്രോണുകൾ ആ മെറ്റീരിയലിൽ ടോട്ടലായി ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യും. ഇതാണ് ഫ്രീ ഇലക്ട്രോണുകൾ. ഈ ഫ്രീ ഇലക്ട്രോണുകളാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകാനുള്ള, ഇലക്ട്രിക് പ്രവാഹത്തിനുള്ള കാരണം. ഈ പറഞ്ഞ ഓരോ ഇലക്ട്രോണും ഒരു ബാർ മാഗ്നറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളുമുള്ള മാഗ്നറ്റാണിത്. ഈ മാഗ്നറ്റുകൾ, ഇതിൻ്റെ നോർത്ത് പോൾ ഇവിടെയും സൗത്ത് പോൾ ഇവിടെയും, അടുത്ത ബാറിൻ്റെ സൗത്ത് പോൾ ഇവിടെയും നോർത്ത് പോൾ ഇവിടെയായി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നൊരൊറ്റ പെയറാകും. ഈ പെയറായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാന്തിക പ്രഭാവം പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. ഇങ്ങനെ പെയറായിട്ടുള്ള ഇലക്ട്രോണുകൾ ഉള്ള ഒരു മെറ്റീരിയലിന് ഒരിക്കലും ഒരു കാന്തിക സ്വഭാവം ഉണ്ടാവില്ല. എന്നാൽ നിക്കൽ, അയൺ, കോബാൾട്ട് ഇങ്ങനെയുള്ള ചില വസ്തുക്കളുടെ അവരുടെ ആ ഒരു ആറ്റോമിക് പ്രോപ്പർട്ടി കാരണം, ചില പ്രത്യേകതകൾ കാരണം ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ പെയറാവുകയില്ല. അതിന് പകരം ആ മെറ്റീരിയലുകളിൽ ഇവ അൺപെയർഡായിട്ട് അങ്ങനെ കിടക്കും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. ഈ മെറ്റീരിയലുകൾ ഒരു മാഗ്നറ്റിക് പ്രഭാവത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് പുറത്തു നിന്ന് സ്വാധീനം വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണുകളെല്ലാം കൃത്യമായി ഒരേ ദിശയിൽ ഒരേ പാറ്റേണിൽ ആയി മാറും. അപ്പോൾ ഫൈനലി ഈ മെറ്റീരിയൽ ഒന്നായി ഒരു മാഗ്നറ്റായി മാറും. അങ്ങനെയുള്ളവയാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലുകൾ എന്ന് പറയുന്നത്. എന്നാൽ വേറൊരു വിഭാഗമുണ്ട്, അത് പാരാമാഗ്നറ്റിക് വസ്തുക്കളെന്നാണ് പറയുക. അതിൻ്റെ അകത്ത് ഇലക്ട്രോണുകൾ അങ്ങനെ പെയറായിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാവുക, പക്ഷേ ആ പെയറിന് ശക്തി ഉണ്ടാവില്ല അധികം. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലേക്കൊരു മാഗ്നറ്റിക് എഫക്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിനോട് ചേർന്നിരിക്കുന്നു. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ ശക്തിക്കകത്താണ് കഴിയുക. അപ്പോൾ ഈ ദുർബലമായ പെയറുകൾ ബ്രേക്ക് ചെയ്ത് ഇത് ഒരേപോലെ ഒരേ പാറ്റേണിൽ ഇതിലെ ഇലക്ട്രോണുകൾ ക്രമീകരിക്കപ്പെടും. എന്നാൽ ഈ മാഗ്നറ്റിക് എഫക്റ്റ് മാറി, ആ മാഗ്നറ്റ് അതിൽ നിന്നങ്ങ് മാറ്റി, ആ മാറ്റുന്ന ആ നിമിഷം ഇത് വീണ്ടും പഴയ പോലെ തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് ടെമ്പററി മാഗ്നറ്റുകൾ. അതായത് ഈ പറഞ്ഞ പാരാമാഗ്നറ്റിക് വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ടാണ് ടെമ്പററി മാഗ്നറ്റുകൾ ഉണ്ടാക്കുന്നത്. അവയാണ് ടെമ്പററി മാഗ്നറ്റുകളായി മാറുന്നത്. എന്നാൽ ഈ ഫെറോ മാഗ്നറ്റിക് വസ്തുക്കൾ ഒരിക്കൽ മാഗ്നറ്റ് ആയിക്കഴിഞ്ഞാൽ അത് പിന്നീട് സ്ഥിരമായി തന്നെ മാഗ്നറ്റായി നിൽക്കും. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എങ്ങനെയാണ് ഫെറോ മാഗ്നറ്റിക് വസ്തുക്കൾ മാഗ്നറ്റ് ആകുന്നത് എന്ന് മനസ്സിലായല്ലോ. നോക്കൂ, മാഗ്നറ്റുകൾ 3 തരത്തിലുണ്ട്: പെർമനൻറ്റ് മാഗ്നറ്റുകൾ, ടെമ്പററി മാഗ്നറ്റുകൾ, ഇലക്ട്രോ മാഗ്നറ്റുകൾ. പെർമനൻറ്റ് മാഗ്നറ്റ് എന്നാൽ ഒരിക്കൽ മാഗ്നറ്റായി കഴിഞ്ഞ വസ്തു പിന്നെ എന്നും മാഗ്നറ്റായി തന്നെ ഇരിക്കും. അത് സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ കൃത്യമായി തെക്ക് വടക്ക് ദിശയിൽ നിൽക്കും.
അങ്ങനെയുള്ളവയാണ് ഫെറോ മാഗ്നറ്റിക് വസ്തുക്കൾ. അതെങ്ങനെയെന്ന് പിന്നാലെ പറയാം. എന്നാൽ ചിലത് ഒരു മാഗ്നറ്റിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ സ്വാധീനത്തിൽ തൽക്കാലത്തേക്ക് മാഗ്നറ്റായി മാറും. ആ സ്വാധീനം ഇല്ലാതായാൽ പഴയതുപോലെ ആവുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൽ ചേർന്നിരിക്കുന്ന ഒരു ആണിയോ ബ്ലേഡോ തൽക്കാലം കാന്തിക സ്വഭാവം കാണിക്കും. എന്നാൽ ആ പെർമനൻറ്റ് മാഗ്നറ്റ് മാറ്റുന്ന നിമിഷം അവയുടെ കാന്തിക സ്വഭാവം നഷ്ടപ്പെടുകയും ചെയ്യും. അവ മാഗ്നറ്റിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ അതിനുള്ളിലെ ഇലക്ട്രോണുകൾ ഒരേ പാറ്റേണിൽ ആകുന്നത് കൊണ്ടാണിത്. മാഗ്നറ്റ് മാറ്റുന്ന നിമിഷം അവയുടെ ആ സ്വഭാവം നഷ്ടപ്പെടുകയും ചെയ്യും. ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ മാത്രം അടങ്ങിയിരിക്കുകയും പോകുന്ന നിമിഷം ബഹളം തുടങ്ങുകയും ചെയ്യുന്ന കുട്ടികളെപ്പോലെ. എന്നാൽ ഫെറോ മാഗ്നറ്റായ വസ്തുവാണെങ്കിൽ കുറച്ച് സമയം പെർമനൻറ്റ് മാഗ്നറ്റിൽ ഉരസിയാൽ അവയ്ക്കും ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ സ്വഭാവം വരും. അതായത് നിരന്തരമായ സമ്പർക്കം കൊണ്ട് അവയിലെ ഇലക്ട്രോണുകൾ സ്ഥിരമായി ഒരേ പാറ്റേണിലാകും. നിരന്തരമായ ശിക്ഷണം കൊണ്ട് വികൃതി കുട്ടികൾ മിടുക്കന്മാരാകുന്നത് പോലെ തന്നെ. ഒരു കണ്ടക്ടറിലൂടെ ഒരേ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണല്ലോ ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രോണുകൾ ഒരേ ദിശയിൽ പോകുമ്പോൾ സ്വാഭാവികമായി അവ ഒരേ പാറ്റേണിലാകുമല്ലോ. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നതാണിത്. ഈ പ്രവാഹം ഒരു സോളിനോയിഡ് അഥവാ കമ്പിച്ചുരുളുകളിലൂടെയാകുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന് ശക്തി കൂടും. ആ കമ്പിച്ചുരുൾ ഒരു മാഗ്നറ്റിനെ പോലെ വർക്ക് ചെയ്യും. ഈ കമ്പിച്ചുരുളിനുള്ളിൽ ഒരു പാരാമാഗ്നറ്റിക് വസ്തു വെച്ചാൽ അതൊരു മാഗ്നറ്റായി മാറും. ഇലക്ട്രിക് ഫ്ലോ നിൽക്കുമ്പോൾ ആ മാഗ്നറ്റിക് എഫക്റ്റും നിൽക്കും. ഇതാണ് ഇലക്ട്രിക് മാഗ്നറ്റുകൾ. ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. നമ്മുടെ ഫാനിലും മിക്സിയിലും എല്ലാം ഈ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉണ്ടാവും. ഒരു മാഗ്നറ്റിന് 2 പോളുകൾ അഥവാ ധ്രുവങ്ങൾ ഉണ്ടെന്നറിയാമല്ലോ. നോർത്ത് പോളും സൗത്ത് പോളും. നോർത്ത് പോളിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് പോളിൽ അവസാനിച്ച് വീണ്ടും മാഗ്നറ്റിലൂടെ നോർത്ത് പോളിൽ എത്തുന്ന അദൃശ്യമായ കാന്തിക രേഖകൾ ഓരോ മാഗ്നറ്റിന് ചുറ്റുമുണ്ട്. ഇവയെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും കേട്ടോ. ഈ രേഖകൾ പാരലലാണ്. ധ്രുവങ്ങളിലെത്തുമ്പോൾ ഈ രേഖകൾ വളരെ വളരെ ക്ലോസായി വരും. അതുകൊണ്ടാണ് മാഗ്നറ്റിൻ്റെ പോളുകളിൽ മാഗ്നറ്റിക് എഫക്റ്റ് വളരെ കൂടുതലായുള്ളത്. നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറഞ്ഞല്ലോ. അതെന്താ ഈസ്റ്റ് പോളും വെസ്റ്റ് പോളും ഇല്ലാത്തത് എന്ന് തോന്നുന്നു? നോക്കൂ, ഭൂമി വലിയ ഒരു ബാർ മാഗ്നറ്റാണ്. ഭൂമിയുടെ ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും ആ ഭീമൻ മാഗ്നറ്റിൻ്റെ 2 പോളുകളാണ്. ഈ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കാന്തിക രേഖകളുണ്ട്. നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് അഥവാ കാന്തിക സൂചി അഥവാ കോമ്പസ് സ്വതന്ത്രമായി തൂക്കിയിടുകയോ നടുവിൽ ബാലൻസ് ചെയ്ത് സ്വതന്ത്രമായി നിർത്തുകയോ ചെയ്താൽ അത് തെക്ക് വടക്ക് ദിശയിലേ നിൽക്കും. അതാണ് വടക്കു നോക്കി യന്ത്രം. കാരണം ഈ മാഗ്നറ്റിൻ്റെ കാന്തിക രേഖകളും ഭൂമിയുടെ കാന്തിക രേഖകളും പരസ്പരം മുറിയാതെ പാരലായി നിൽക്കാൻ അതേ മാർഗമുള്ളൂ. അവ ഒരിക്കലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നിൽക്കില്ല. അഥവാ നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് അതിനെ ബലമായി കൊണ്ട് നിർത്തിയാൽ, കൈയെടുത്താൽ ആ നിമിഷം അത് തിരിച്ച് പഴയ പോലെ ഈ തെക്ക് വടക്ക് ദിശയിലേക്കാകും. അതുകൊണ്ടാണ് ബാർ മാഗ്നറ്റുകൾക്ക് നോർത്ത് സൗത്ത് പോളുകൾ ഉള്ളതും ഈസ്റ്റ് വെസ്റ്റ് പോളുകൾ ഇല്ലാത്തതും. ഭൂമിയുടെ ഈ മാഗ്നറ്റിക് എഫക്റ്റ് കാരണമാണ് ധ്രുവപ്രദേശ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ധ്രുവദീപ്തി അഥവാ നോർത്തേൺ ലൈറ്റ്, സതേൺ ലൈറ്റ്സ് എന്ന മനോഹരമായ പ്രതിഭാസം ഉണ്ടാകുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന കോസ്മിക് രശ്മികൾ അഥവാ പോസിറ്റീവ് ചാർജുള്ള അയോണുകളുടെ പ്രവാഹമാണത്. അങ്ങനെ ചാർജുള്ള കണികകൾ ഭൂമിയുടെ കാന്തിക രേഖകൾക്ക് സമീപം എത്തുമ്പോൾ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ഈ കാന്തിക രേഖകളെ അതിന് മുറിച്ച് കടന്നു വരാനാവില്ല. അപ്പോൾ ഈ കാന്തിക രേഖകൾ, മാഗ്നറ്റിക് ലൈൻസ് വളഞ്ഞു പോകുന്ന ധ്രുവപ്രദേശങ്ങളിൽ ഒരു ഫണൽ പോലെ രൂപം ഉണ്ടാവുകയും ആ വിടവിലൂടെ കുറച്ച് കോസ്മിക് പ്രവാഹം അന്തരീക്ഷത്തിൽ കടന്ന് വായുവിലെ അയോണുകളുമായി കൂട്ടിയിടിച്ചുണ്ടാകുന്ന മനോഹരമായ പ്രതിഭാസമാണിത്. സത്യത്തിൽ മാരകമായ കോസ്മിക് രശ്മികളിൽ നിന്നും ഭൂമിയെ രക്ഷിച്ചു നിർത്തുന്ന വലിയ ഒരു പടച്ചട്ടയാണ് ഭൂമിയുടെ ഈ കാന്തിക മണ്ഡലം, ഈ മാഗ്നറ്റിക് ഫീൽഡ്. ഭൂമിക്ക് എങ്ങനെ ഈ കാന്തികത ഉണ്ടായി? ഒരു പ്രധാന ചോദ്യമല്ലേ ഇത്? നോക്കൂ, ഭൂമിയുടെ ഘടനയിൽ അനേകം ലെയറുകളുണ്ട്. നിക്കലും ഇരുമ്പും അടങ്ങിയ കൊടും ചൂടുള്ള ഇന്നർ ലെയർ, അതിനു മുകളിൽ ഉരുകിയ ഇരുമ്പും നിക്കലുമുള്ള ഔട്ടർ ലെയർ, അതിനു മുകളിൽ ചൂടേറിയ പാറകളും മറ്റും അടങ്ങിയ മാൻറ്റിൽ,
ഏറ്റവും പുറത്തുള്ളതാണ് നാമൊക്കെ വസിക്കുന്ന ക്രസ്റ്റ്. ഇതിലെ ഇന്നർ ഔട്ടർ ലെയറുകൾ ഭീമമായ ചൂടുള്ള ഇരുമ്പും നിക്കലുമാണെന്ന് പറഞ്ഞല്ലോ. ഇരുമ്പും നിക്കലും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലുകൾ ആണെന്നതും അറിയാമല്ലോ. കൊടും ചൂട് കാരണവും ഭൂമിയുടെ അതിവേഗത്തിലുള്ള കറക്കം കാരണവും ഇവയിലെ ഇലക്ട്രോണുകൾ ഒരു കാന്തത്തിൽ എന്ന പോലെ തന്നെ ഒരേ പാറ്റേണിൽ വന്ന് ഒരു ഭീമൻ മാഗ്നറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സ്പിൻ എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിനെ മാഗ്നറ്റ് ആക്കുന്നത് എന്ന് നാം കണ്ടില്ലേ? അതുപോലെ ഭൂമിയുടെ ഭ്രമണത്തിനും ഇവിടെ വലിയ ഒരു റോളുണ്ട്. ഒരു കാന്തിക മണ്ഡലത്തിലൂടെ ഒരു കണ്ടക്ടർ ചലിക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എന്നറിയാമല്ലോ. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇങ്ങനെയാണ് ജനറേറ്ററുകൾ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അത് നമുക്കറിയാം. മാഗ്നറ്റിക് രേഖകളെ കണ്ടക്ടർ തുടർച്ചയായി മുറിക്കുമ്പോഴാണ് അവിടെ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ തുടർച്ചയായി സംഭവിക്കാൻ തുടർച്ചയായി കറങ്ങണം. അങ്ങനെ കറക്കാൻ വേണ്ടിയാണ് വെള്ളവും നീരാവിയുമൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോട്ടെ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്? അതാണല്ലോ ചോദ്യം. നോക്കൂ, ഇലക്ട്രോണുകൾ ഒരേ ദിശയിൽ പ്രവഹിക്കുന്നതാണല്ലോ വൈദ്യുതി. ഈ ഇലക്ട്രോണുകൾ എന്നത് ചെറിയ ചെറിയ ബാർ മാഗ്നറ്റുകൾ ആണല്ലോ. ഒരു ബാർ മാഗ്നറ്റിനെ അല്ലെങ്കിൽ മാഗ്നറ്റുകളെ മറ്റൊരു മാഗ്നറ്റിൻ്റെ ഫീൽഡ് സ്വാധീനിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ടാണല്ലോ കോമ്പസ് തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. ഒരു ബാർ മാഗ്നറ്റിൻ്റെ വശങ്ങളിലൂടെ കോമ്പസ് ചലിപ്പിച്ചാൽ അതിൻ്റെ കാന്തിക രേഖകൾക്ക് സമാന്തരമായി അതിൻ്റെ സൂചിയും മാറും. അപ്പോൾ ശക്തമായ ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന കണ്ടക്ടറിലെ ഇലക്ട്രോണുകൾ എന്ന ചെറിയ ബാർ മാഗ്നറ്റുകൾ ആ മാഗ്നറ്റിൻ്റെ ചലനത്തിനനുസരിച്ച് ചലിക്കുമല്ലോ. ഇലക്ട്രോണുകളുടെ ആ ചലനമാണ് കൂട്ടുകാരെ ഇലക്ട്രിസിറ്റി. ഇലക്ട്രോണുകളെ പറ്റി പറയുമ്പോൾ ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടാകും. ഇലക്ട്രോൺ എന്നത് ഒരു സിംഗിൾ നെഗറ്റീവ് ചാർജാണ്. പക്ഷേ ഒരു മാഗ്നറ്റിന് 2 ഓപ്പോസിറ്റ് പോളുകളുമുണ്ട്. സുഹൃത്തുക്കളെ, ഇലക്ട്രിക് ചാർജ് സിംഗിളായി എക്സിസ്റ്റ് ചെയ്യും. എന്നാൽ മാഗ്നറ്റിക് ഫോഴ്സിന് സിംഗിളായി നിലനിൽക്കാൻ കഴിയില്ല. നോർത്ത് സൗത്ത് ഓപ്പോസിറ്റ് പോളുകളുള്ള ഡൈപോളായി മാത്രമേ മാഗ്നറ്റുകളുള്ളൂ. ഒരു ബാർ മാഗ്നറ്റ് 2ആയി മുറിച്ചാൽ ആ 2 കഷണത്തിനും 2 പോളുകൾ ഉണ്ടാകും. എന്നാൽ ഇലക്ട്രോൺ ഒരു ചാർജായി നിൽക്കാൻ അവിടെ മറ്റൊരു പോസിറ്റീവ് ചാർജ് വേണമെന്നില്ല. ഇത് ഈ 2 പ്രതിഭാസങ്ങളുടെയും പ്രോപ്പർട്ടിയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നോക്കൂ കൂട്ടുകാരെ, ഇനിയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മാഗ്നറ്റിസം എന്ന പ്രതിഭാസം ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.